അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉപകാരപ്രദമായ അറിവുകൾ എന്ന ശീർഷകത്തിൽ 39ാമത്തെ ക്ലാസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു മഹാൻ ഇങ്ങനെ പറയുകയുണ്ടായി: മഹ്മാ കുന്ത സ്വാദിഖൻ ഫി ഹദീസിക, നീ നിന്റെ സംസാരത്തിൽ സത്യസന്ധത പുലർത്തുമ്പോഴൊക്കെ സതജിദു മൻ യുകദിബുക, നിന്നെ കളവാക്കുന്നവരെ നിനക്ക് കാണാൻ പറ്റും. നീ സംസാരത്തിൽ സത്യസന്ധത കാണിക്കുമ്പോഴെല്ലാം തന്നെ നിന്നെ കളവാക്കുന്ന, നീ കള്ളനാണ്, കള്ളവാദിയാണ് എന്ന് പറയുന്ന ആളുകളെ നിനക്ക് കാണാൻ പറ്റും. വ മഹ്മാക്കാനത്ത് തസറുഫാത്തുക്ക സ്വഹീഹത്തുൻ, നിന്റെ ചെയ്തികൾ, ക്രയവിക്രയങ്ങളൊക്കെ നല്ല നിലക്കാകുന്ന അവസരത്തിലെല്ലാം തന്നെ സതജിദു മൻ യതഹമ്മ ബിൽ ഖതഇ, അത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന, അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്ന ചിലരെ നിനക്ക് കാണാൻ പറ്റും. അപ്പം നിൻ്റെ ചെയ്തികൾ, നിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല നിലക്കാണ്, സത്യസന്ധമായ രൂപത്തിലാണ് അത് നടത്തുന്നത് എങ്കിൽ ആ സമയത്തൊക്കെ അത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന കുറച്ചാളുകളെങ്കിലും തീർച്ചയായും നിനക്ക് കാണാൻ പറ്റും. ഹാക്കഥ ഹിയ ത്വബീഅത്തു ബഅ്ദുൽ ബശരി, ഇത് ചില മനുഷ്യന്മാരുടെ പ്രകൃതിയാണ്, സ്വഭാവമാണ്. അപ്പം നീ സത്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ നീ കളവ് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ചിലർ, നീ നല്ല കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന, നല്ല കാര്യങ്ങൾ, നല്ല രൂപത്തിൽ മാത്രം കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, നല്ല സംസാരവും നല്ല അഭിപ്രായങ്ങളും ഒക്കെ നീ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ചിലരെങ്കിലും നിനക്ക് കാണാൻ പറ്റും. ഇത് മനുഷ്യൻ്റെ പ്രകൃതിയാണ്. ഹാക്കദ ഹിയ തബിഅത്തു ബഅ്ദുൽ ബശർ, ഇത് ചില മനുഷ്യന്മാരുടെ പ്രകൃതിയാണ്. ലാ ഷൈഅ യസീറു വഫ്ക റിളാഹു, അവരുടെ തൃപ്തിക്കനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും എളുപ്പമാവില്ല. ലാ ഷൈഅ യസീറു വഫ്ക റിളാഹു, അവരുടെ തൃപ്തിക്കനുസരിച്ച് പോകാൻ അത്ര എളുപ്പമല്ല, അത്ര പെട്ടെന്ന് അവരുടെ തൃപ്തി നിനക്ക് കരസ്ഥമാക്കാൻ കഴിയൂല. ഫമൻ യഅ്താദ നഖസ ഫീ നഫ്സിഹി, ആരെങ്കിലും അവൻ്റെ മനസ്സിൽ ഒരു ന്യൂനത പതിവാക്കുകയാണെങ്കിൽ, അവൻ്റെ മനസ്സിൽ അഥവാ അവനിൽ, ഒരാളിൽ പൂർണ്ണതയില്ലാതെ ഒരു ന്യൂനത അവിടെ ബാക്കിയാക്കുകയാണ് എങ്കിൽ, ഒരു ന്യൂനത ഒരാളുടെ ഹൃദയത്തിൽ പതിവാക്കുകയാണ് എങ്കിൽ, ലൻ യറൽ കമാല ഫീ ഷൈഇൻ, അയാൾക്ക് ഒന്നിലും കമാൽ, പൂർണ്ണത കണ്ടെത്താൻ കഴിയില്ല. ഒരാൾ അയാളുടെ മനസ്സിൽ അല്ലെങ്കിൽ അയാളിൽ തന്നെ ഒരു ന്യൂനത പതിവാക്കുകയാണ് എങ്കിൽ അയാൾക്കൊരിക്കലും മറ്റൊരാളിൽ പൂർണ്ണത കണ്ടെത്താൻ കഴിയുകയില്ല. വലൻ തജിദ ആറാഅഹും മുതനായിമത്തിൻ അല വസീറത്തിൻ വാഹിദത്തിൻ, വലൻ തജിദ, നിനക്ക് കാണാൻ പറ്റില്ല, ആറാഅഹും, അവരുടെ അഭിപ്രായങ്ങളെ, മുതനായിമത്തൻ അല വസീറത്തിൻ വാഹിദത്തിൻ, ഒരു സുഖകരമായ ചേർച്ചയിൽ അത് എത്തിയതായിട്ട് നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. അവരുടെ ഏത് അഭിപ്രായമാണെങ്കിലും അതിലൊരിക്കലും തന്നെ ഒരു പൂർണ്ണത, ഒരു സുഖകരമായ ചേർച്ച അതിൽ കണ്ടെത്താൻ നിനക്ക് സാധ്യമല്ല. ലിത, അതുകൊണ്ട് തന്നെ ലാ തക്തരിസ് ലഹും അബദ, നീ ഒരിക്കലും തന്നെ അവർക്കൊരു പരിഗണനയും നീ കൊടുക്കേണ്ടതില്ല. അത്തരം ആളുകൾക്ക് ഒരു പരിഗണനയും നീ കൊടുക്കേണ്ടതില്ല. വലാ തസ്ഗി ലി തനാഖുലാത്തിഹിം, അവരുടെ വൈരുദ്ധ്യത്തിന് നീ ചെവി കൊടുക്കുകയും ചെയ്യേണ്ടതില്ല. അപ്പോൾ അതായത് നമ്മൾ നല്ല പ്രവർത്തനങ്ങളുമായി നീങ്ങുമ്പോൾ അതിൽ ചീത്തയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആൾക്കാർ,
നമ്മൾ നല്ല സംസാരം നടത്തുമ്പോൾ അതിൽ കള്ളത്തരമുണ്ടോ എന്ന് തിരക്കി നടക്കുന്ന ആളുകൾ. ആ തരത്തിലുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുകയോ അവരുടെ അഭിപ്രായങ്ങൾ കണ്ടെത്തുകയോ അയാൾ എന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഞെട്ടുകയോ ചെയ്യേണ്ടതില്ല. അവിടെ അവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കുകയും ചെയ്യേണ്ടതില്ല. നമ്മൾ പോകുന്ന വഴി ഒരിക്കലും ചില ആൾക്കാരിൽ ഒരു കുറവ് അവരിലുണ്ട് എങ്കിൽ, മാനസികമായി അവരിലൊരു കുറവുണ്ടെങ്കിൽ അവർ ബാക്കിയുള്ള ആൾക്കാരിൽ കുറവ് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ദോഷൈകദ്രിക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. ദോഷം മാത്രം കണ്ടെത്താൻ ശ്രമിക്കുക. ആരിലെങ്കിലും എന്തോ ദോഷമുണ്ടോ എന്ന് പരതി നടക്കുക. അത് അവരുടെ ഒരു കുറവുകൊണ്ടാണ്. അത് നികത്താനൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പം നമ്മൾ ശരിയെന്ന് വിശ്വസിക്കുന്ന മാർഗത്തിൽ മുന്നേറുകയല്ലാതെ എല്ലാ ഈ തരത്തിലുള്ള ന്യൂനതകൾ കണ്ടെത്തുന്ന ആൾക്കാരുടെയും അഭിപ്രായത്തിന് പിന്നിൽ നിന്നാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളുമായി മുന്നേറാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ന്യായവും നീതിയും യുക്തിയുമൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഞാൻ വഴുതുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എല്ലാവരെയും തൃപ്തി കൊടുത്തുകൊണ്ട് പോകാൻ നമുക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കുകയും വേണം. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.